നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിട്ട് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. നിലവിലെ ജനപ്രതിനിധികൾ തുടരട്ടെ എന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനമെടുക്കുക സംസ്ഥാന കമ്മിറ്റിയാണ്. ആസന്നമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി തോമസ് ഐസക്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തുടങ്ങി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് പത്തനംതിട്ടയിൽ. ഈ യോഗത്തിൽ നിന്നും ഏകദേശം നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും നിലവിലുള്ള MLA-മാർ തുടരാനാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം മറ്റും കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാണ്. ഈ വേളയിലാണ് നമ്മളോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ഏരിയ കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ K. അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നത്. അനിൽകുമാർ, എങ്ങനെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സജ്ജമാകുന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ? പത്തനംതിട്ട മണ്ഡലത്തിലെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രചരണ ജാഥയ്ക്ക് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തുകയും 5 മണ്ഡലങ്ങളിലും വൻപിച്ച സ്വീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. സ്വീകരണം എന്ന് കയറുമ്പോൾ ജനങ്ങൾ ഒന്നാകം ഒരു വലിയൊരു ആഹ്ലാദമായിട്ടാണ് ഈ പരിപാടിയെ കണ്ടത്. എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളിലേക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എത്തുകയാണ്. കഴിഞ്ഞ UDF-ന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശികയായി കിടന്ന 600 രൂപ പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിവിശേഷമാണെന്നുണ്ടെങ്കിൽ ഈ 10 വർഷക്കാലമായി ഒരു കുടിശ്ശികയും ഇല്ലാതെ അവരവരുടെ വീടുകളിലേക്ക് 2000 രൂപ പെൻഷൻ എത്തിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ചെയ്ത ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ മാത്രമാണ്. അതുപോലെ ആരോഗ്യ മേഖലയിലും മറ്റേ വിവിധ മേഖലകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, റോഡുകളിലെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഒന്നായി കേരളം മാറിയിരിക്കുകയാണ്. ആ മാറ്റം കണ്ട ജനങ്ങൾ ഉൾപ്പെടെ വീണ്ടും LDF അധികാരത്തിൽ വരണം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ള ആ ചിന്താഗതിയോടെയാണ് പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിലും അവർക്ക് സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അവരുടെ. പാർട്ടി തീരുമാനം കയ്യിൽ എത്തുമ്പോൾ ആര് സ്ഥാനാർത്ഥിയായാലും അവരെ സ്വീകരിച്ച് ഈ 5 മണ്ഡലങ്ങളും വിജയിപ്പിക്കത്ത രീതിയിലുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പാർട്ടി പ്രവർത്തകനും അതുപോലെ LDF പ്രവർത്തകരും മാത്രമല്ല, ഈ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾ, രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിബന്ധ ചിന്താഗതികൾ അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വീണ്ടും എത്തണം, പിണറായി വിജയന്റെ നേതൃത്വ സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തണം എന്നുള്ള ആ ചിന്താഗതിയുള്ള പ്രവർത്തനമാണ്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷക്കാലമായി നമുക്ക് കണ്ടുവരുന്ന ഇന്ത്യയുടെ തന്നെ കേരളത്തിന്റെ അഭിമാനമായ ശ്രീ മോഹൻലാൽ അദ്ദേഹം ആയി വേദി പങ്കിടുന്നത്. ആ വേദി പങ്കിടുമ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ പിണറായി വിജയൻ ഏതോ ഒരു വലിയ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ആ ചിത്രീകരിച്ചെല്ലാം തന്നെ കള്ളത്തരമാണെന്ന് പൊളിച്ചെടുക്കുവാൻ വേണ്ടി സാധിച്ചു. അദ്ദേഹം വളരെ ജീവിതങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിഷ്കളമായ ജീവിതത്തെക്കുറിച്ച് ഒക്കെ തന്നെ പ്രതിപാദിക്കുന്നത് കണ്ണീരോടാണ് ചില കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും കേരള സംസ്ഥാനത്ത് LDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും LDF-ന്റെ കൈക്ക് മുമ്പിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനമായിട്ട് നമ്മുടെ ഈ പ്രതിഷേധം എല്ലാ തരത്തിലും നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലത്തിലെ MLA-യും ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും KSUക്കാരെ കൈയേറ്റം ചെയ്യുകയിൽ അത് രണ്ടാമത്തെ വിഷയം. പക്ഷെങ്കിൽ ആ കരിങ്കൊടി കാണിച്ച പ്രതിഷേധത്തെ എങ്ങനെയാണ് പാർട്ടി നോക്കി കാണുന്നത്? കരിങ്കൊടി പ്രകടനം എന്ന് പറയുമ്പോൾ കരിങ്കൊടി നമുക്ക് സ്വാഭാവികമായിട്ട് സമരം ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്ന നിലയിൽ വലിയ സമരങ്ങളിലൊക്കെ തന്നെ ഞാൻ മുൻപന്തിയിൽ നിന്നുണ്ട്. നമ്മുടെ MP രാഘവനുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ടയിൽ മാത്രമാണ് MP രാഘവൻ മന്ത്രിയായിരുന്ന സമയത്ത് സ്റ്റേജിൽ പോലും കയറാത്ത രീതിയിൽ സമരങ്ങൾ. പക്ഷേ അതൊക്കെ തന്നെ ഞങ്ങള് ആ റോഡുകളിലും അതോടൊപ്പം തന്നെ അദ്ദേഹം വരുന്ന സ്ഥലങ്ങൾക്ക് ഒക്കെ തന്നെ കാര്യങ്ങൾ. ഇതേ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് റെയിൽവേയുടെ സ്റ്റേഷനിൽ കയറി വളരെ യാത്രക്കാരനെ പോലെ നിന്നിട്ട്
പെട്ടെന്ന് ചാടി വീണ് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിയെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റായ നടപടിയാണ്. അതൊരു സമരം എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറയുമെങ്കിൽ ആരോഗ്യ മേഖലയിൽ അമേരിക്ക പോലും നമ്മുടെ കൊച്ചു കേരളത്തെ പ്രശംസിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം ലോകാരോഗ്യ സംഘടന എത്രയോ തവണ നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്ത് വലിയ അംഗീകാരമാണ് ലോകാരോഗ്യ സംഘടന എന്ന്. അങ്ങനെയുള്ള ആരോഗ്യ ഉപമന്ത്രി നമുക്കറിയാം. നമ്മുടെ പത്തനംതിട്ടയിലെ ആശുപത്രികളെ എടുത്ത് വെച്ചാൽ ഏത് ആശുപത്രി ആയാലും പരിശോധിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ടിന് അസുഖം വന്നാൽ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൃദയരോഗ വിദഗ്ധൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇവിടെ വരാൻ പോകുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റൽ കോർപ്പറേറ്റുകളുടെ ഹോസ്പിറ്റലുകളുണ്ട്. ആ ഹോസ്പിറ്റലുകൾക്ക് ലാഭവിഹിതം ഇപ്പൊ ലഭിക്കുന്നില്ല, ലാഭം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ സർക്കാർ തലത്തിൽ ഹോസ്പിറ്റൽ വരുമ്പോൾ ആ ഹോസ്പിറ്റലിലൊക്കെ തന്നെ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലേക്ക് വരുന്നു. കൂടുതൽ കോർപ്പറേറ്റുകൾ ഇവിടേക്ക് വരുന്നു. അവർക്ക് ഈ മേഖലയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ലാഭം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആരോഗ്യ മേഖലയെ തീർത്തും തകർക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥിതിവിശേഷമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമായി ഊതി വീർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സമരം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നതിനോ അല്ലെങ്കിൽ സമാധാനപരമായി സമരം ചെയ്യുന്നതിനോ അതെല്ലാവർക്കും അതിനുള്ള അവകാശങ്ങളുണ്ട്. അവകാശത്തെ ഒരിക്കലും ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയ രംഗത്ത് പക്കത്ത് നിൽക്കുന്നവർ സമരം ചെയ്തിട്ടുള്ളവർ അവർ രണ്ട് കൈ തിരിച്ച്. പക്ഷെങ്കിൽ ഒരു മന്ത്രിയെ മനഃപൂർവ്വം ആക്രമിക്കുക, ഒരു മന്ത്രിയെ ടാർഗറ്റ് ചെയ്യുക, അതും ആരോഗ്യവകുപ്പ് മന്ത്രി ആയതുകൊണ്ട് ആരോഗ്യ മേഖലയിലുള്ള കച്ചവടത്തിന് വേണ്ടി പ്രതിപക്ഷം കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കപട സമരം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണ തുടർച്ച ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ കെ അനിൽകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.